ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഊട്ടി യാത്ര. മുന്നേ നമ്മൾ കോടനാട് വ്യൂ പോയിന്റിലെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചിരുന്നു. ഇന്ന് അവിടുന്ന് ഊട്ടിയിലെ ഓംവുഡ് ടീ ഫാക്ടറിയിലെ തേയില കട്ട് ചെയ്ത് പ്രത്യേകതരം മെഷീനറി ഉപയോഗിച്ച് ചായപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോകളൊക്കെയാണ് നിങ്ങളിന്ന് കാണിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് ടീ ഫാക്ടറിയിലേക്ക് പോകാം. ഊട്ടി യാത്രയുടെ 3 പാർട്ടുകളാക്കി മുന്നേ കാണിച്ചിരുന്നു. ഇത് 4ാമത്തെ വീഡിയോ ആണ്. ഇത് കോടനാട് വ്യൂ പോയിൻ്റൊക്കെ നമ്മൾ കണ്ടു. ഇനി ഇവിടുന്ന് യാത്ര തുടങ്ങിയപ്പോൾ വണ്ടിയിൽ കുറച്ച് നേരം കുട്ടികളൊക്കെ ഒരു പാട്ട് പാടി ആസ്വദിച്ച് നമ്മൾ പെട്ടെന്ന് ടീ ഫാക്ടറിയിലേക്കുള്ള യാത്രയിലാണ്. കുറഞ്ഞ ദൂരമുള്ളൂ കേട്ടോ. പെട്ടെന്ന് അവിടെ എത്തിയിട്ട് ആ ഏരിയയിൽ അതൊക്കെ കാണിക്കുക. അതുപോലെ തൊട്ടടുത്ത് കുട്ടികളുടെ പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടേക്കൊന്നും നമ്മളിപ്പോൾ കയറുന്നില്ല. നേരെ ഓംവുഡ് ടീ ഫാക്ടറിയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ എത്താറായി. ഇവിടെ ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ടാവും. ഓം ഫുഡ് ഫാക്ടറിയിലെ മുൻഭാഗമാട്ടോ കാണുന്നത്. അപ്പോൾ ഇത് അകത്ത് കടന്ന് ഒരു കോണി സ്റ്റെപ്പ് കയറിയിട്ട് കുറച്ച് ഉയരത്തിലൂടെയാണ് കടന്നു പോകാനുള്ളത്. അതുവഴി നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ മറ്റു പാർക്കുകളൊക്കെ ഇവിടെ കാണാനും പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ കയറിപ്പോയി നോക്കുക. എല്ലാം നിങ്ങളെ കാണിക്കാം. സ്റ്റെപ്പ് കയറി ഇതിൻ്റെ മുകളിലെത്തിട്ടോ. ഈ നടപ്പാതയിലൂടെ കുറച്ച് ദൂരം നമ്മൾ നടക്കാനുണ്ട്. അപ്പോൾ 2 സൈഡിലേക്ക് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നല്ല അടിപൊളി കാഴ്ച കാണാം കേട്ടോ. അവിടെ പാർക്കുകളുണ്ട്, കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ നല്ല അടിപൊളി പാർക്കുകളൊക്കെയാണ് നമ്മളിവിടുന്ന് വീഡിയോ എടുക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകൾ കേട്ടോ. അപ്പോൾ ഈ കാണുന്ന നല്ല ആളാണ്. നിങ്ങൾ അവിടം വരെ ആളുകൾ ക്യൂ ആണ്. ഇതിൻ്റെ അകത്ത് കയറാൻ ഒരാൾക്ക് 10 രൂപയാണ് ടിക്കറ്റിന്. നമ്മളെല്ലാം കണ്ടതിന് ശേഷം എൻട്രൻസിലെത്തുന്ന സമയത്ത് നല്ലൊരു ചായ ഇവിടുന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ആ ചായം കുടിച്ച് നമുക്ക് പുറത്തേക്ക് പോകാം. നമ്മൾ ഫാക്ടറിൻ്റെ അകത്ത് കയറുന്നതിന് മുമ്പ് ഇതിൻ്റെ പുറത്ത് തന്നെ പഴയ കാലം മുമ്പുണ്ടായിരുന്ന മെഷീനറികളൊക്കെ, ചായപ്പൊടി പൊടിക്കുന്ന മെഷീനറികളൊക്കെ ഇവിടെ ആളുകൾ കാണുന്നതിന് വേണ്ടി ഇതിൻ്റെ പുറത്തുതന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം അന്നുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ ടെക്നോളജി ആയതുകൊണ്ട് പുതിയ ഐറ്റംസുകളാണ് മെഷീനറികൾ. പെട്ടെന്ന് നല്ല സ്മൂത്തായി പൊടിക്കാൻ പറ്റിയ മെഷീനറികളൊക്കെ ഇതിനകത്തുള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് പുറത്തേക്കൊന്ന് വീടെടുത്ത് കാണിക്കട്ടോ. അന്നത്തെ പുറത്തുള്ള നല്ലതിൻ്റെ ഉയരത്തിലെത്തിയതുകൊണ്ട് തന്നെ പുറത്തേക്ക് വീടെടുക്കുന്ന നല്ലൊരു കാഴ്ച. നിങ്ങൾ നമ്മളെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത ഏരിയ, അതുപോലെ ആ ഈ മലപ്രദേശങ്ങളൊക്കെ നല്ലൊരു വ്യൂ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാം. അപ്പോൾ അകത്തുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കുന്നത് ചായപ്പൊടി ഫാക്ടറിയിലെ അടിപൊളി കാഴ്ചകൾ. നമുക്കിതിൻ്റെ അകത്ത് തുടക്കത്തിൽ തന്നെ കാണാൻ പറ്റുക ഇവരുടെ മുൻകാല ആദ്യകാല ഈ കൃഷികൾ, തേയിലച്ചെടികൾ കൃഷികളും അത് പൊടിച്ചെടുക്കുന്നതും അന്നത്തെ മിശ്രകളെ കുറിച്ചൊക്കെയുള്ള ഓരോ ഫോട്ടോസ് ഫ്രെയിം ചെയ്ത് വെച്ചതൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ചായ പൊടിയാക്കാനുള്ള തേയിലകളൊക്കെ ഇതിൻ്റെ മുകളിൽ കുറേ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇനി ഓരോ പീസാക്കി ഓരോ സെക്ഷൻ ഓരോ ഭാഗത്തേക്ക് പോകലാണ്. അപ്പോൾ ഈ ഏരിയയിൽ നമുക്ക് കുറഞ്ഞ നേരം കൂടി ഈ ഫോട്ടോസൊക്കെ കണ്ട് ആ ഏരിയയിൽ തിരിഞ്ഞ് നമുക്ക് ബാക്കി കാണാൻ പറ്റും. അപ്പോൾ കുറഞ്ഞ നേരം കൂടി ഈ ഫോട്ടോസ്, ഈ ഫ്രെയിം ചെയ്ത് വെച്ച ഫോട്ടോകളൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാം.
നമ്മൾ ഫാക്ടറിൻ്റെ ഏറ്റവും വലിയ ഉയരത്തിലാണ്, മുകളിലാണുള്ളത്. അപ്പോൾ മുകളിൽ നിന്നാണ് ഇത് ചായപ്പൊടിക്കുള്ള ആദ്യം തേയില കൊണ്ടുവന്ന് ഇവിടെ ഇടുക. കാരണം നല്ല നീളത്തിൽ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ടോ. നമ്മൾ മുകളിൽ നിന്ന് നേരെ താഴെ ഫ്ലോറിലേക്കാണ് ഇനി കടക്കുന്നത്. അപ്പോൾ ഈ ഏരിയയിലാണ് ആ ഇലകളൊക്കെ ഇവിടെ എത്തി പൊടിച്ച് ഓരോരോ ഏരിയക്ക് തിരിക്കുന്നതൊക്കെ ഇവിടെ കാണുന്നത്. അപ്പോൾ അത് കണ്ട് നമുക്ക് ഇനി അടുത്ത ഇതിൻ്റെ താഴെ സ്റ്റെപ്പിലേക്ക് പോകാം, താഴെ ഫ്ലോറിലേക്ക് പോകാം. നമ്മൾ തുടക്കത്തിൽ ആ തേയില കണ്ടു, പിന്നീടത് ചെറുതാക്കിയതിന് ശേഷം ഈ നെറ്റ് വഴി പൊടിച്ചതിന് ശേഷം നെറ്റ് വഴി ഇങ്ങനെ കടന്ന് ഈ വലിയൊരു ടാങ്കിലേക്ക് പോകാട്ടോ. ഇതുവഴി പിന്നെ അടിയിലെത്തുമ്പോൾ നമുക്ക് കാണാം പൊടിച്ചിട്ട് 4 ഏരിയയിൽ കൂടിയ ചെറുതായിട്ടും മീഡിയനായിട്ടും അതുപോലെ 4 തരം ഐറ്റംസിൽ ഈ ചായപ്പൊടി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അടിയിൽ. നമ്മൾ കണ്ട ഈ ടാങ്കിയിലൂടെ ആ ഇലൊക്കെ ഈ നെറ്റിലേക്ക് തട്ടിയിട്ട് പൊടിഞ്ഞ് അതുവഴി ഇങ്ങനെ കടന്നു പോകുന്ന കാണാടികൾ. ചായപ്പൊടി ഈ സെക്ഷനിലെത്തിട്ടോ. ഇവിടുന്ന് ഇങ്ങനെ ഓരോ ഏരിയക്ക് വേർതിരിച്ച് പാക്കിംഗ് ആയിട്ട് ഇനി പോകുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാനുള്ളത്. അപ്പോൾ കാണാം. തേയില അതിൻ്റെ മുകൾ ഭാഗത്തിട്ട് അടിയിൽ നമ്മൾ എത്തിയ സമയത്ത് ചായപ്പൊടിയായി പാക്കിംഗ് ചെയ്ത് പുറത്തേക്ക് വരുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നത്. ഇനി നമുക്കിതിൻ്റെ ഇവിടുന്ന് ഇറങ്ങി പുറത്തേക്ക് എൻട്രൻസ് വഴി പോകുന്ന സമയത്ത് നമുക്കിവിടെ നല്ലൊരു ചായ കിട്ടും. ആ ചായ കുടിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് പോകാം. നമ്മളെ അടിപൊളി സ്പെഷ്യൽ ചായ കേട്ടോ ഇവിടുത്തെ ചായ.
അപ്പോൾ അതും കുടിച്ച് നമുക്കിതിൻ്റെ തൊട്ടടുത്തൊക്കെ ചോക്ലേറ്റ് മിഠായികൾ വിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മേടിക്കുന്നവർക്ക് മേടിക്കാം. ചായപ്പൊടി ഉണ്ട്, പല ഐറ്റംസ് ചായപ്പൊടികൾ ഇവിടെ കിട്ടും. അതൊക്കെ മേടിച്ചിട്ട് പോകാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചുറ്റിലും ഇതിൻ്റെ മുകൾ ഭാഗത്ത് ബോർഡ് എഴുതി വെച്ച് കാണാൻ നിങ്ങൾക്ക് ലെമൺ ടീ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ചായപ്പൊടികൾ ഇവിടെ കിട്ടും. ഊട്ടിയിലെ ഓംവുഡ് ടീ ഫാക്ടറിയിലെ വീഡിയോകളൊക്കെ നമ്മൾ ഇതുവരെ കണ്ടത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ താൽക്കാലികമായിട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ വെറൈറ്റി വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം, ഇൻഷാ അല്ലാഹ്.